നാഷണൽ ഹൈവേ കണ്ടിട്ടില്ല കൂടി പോന്നേ. കോൺഗ്രസ്സുകാരെന്താ പറഞ്ഞ, ഈ നാഷണൽ ഹൈവേ വേണ്ട, ഭൂമിയൊന്നും എടുക്കാൻ പറ്റില്ല. ഉമ്മൻചാണ്ടി പറഞ്ഞ് പോയിക്കോ. അവർ ഫയലും കെട്ടി മടക്കി ഡൽഹിക്ക് പോയി, നാഷണൽ ഹൈവേ അതോറിറ്റി. പിണറായി വന്നപ്പോൾ പറഞ്ഞു വേണം. ഇനിയിപ്പോൾ അടുത്ത മാസമാകുമ്പോഴേക്ക് നമ്മളിതിൻ്റെ പല ഭാവവും ഉദ്ഘാടനം ചെയ്യും. നാഷണൽ ഹൈവേ കേരളത്തെ വീണ്ടെടുക്കുമെന്നാണ് കോൺഗ്രസ് പ്രചരണ ജാഥയിൽ പറയുന്നത്. ഞാൻ വി ഡി സതീശനോട് ചോദിക്കുകയാണ്, നിങ്ങൾ വീണ്ടെടുക്കുന്ന കൂട്ടത്തിൽ കേരളത്തിലെ നാഷണൽ ഹൈവേയെ ഒഴിവാക്കുവോ? വീണ്ടെടുക്കണമല്ലോ. ഇത് അവർ പാടില്ല പറഞ്ഞു പോയതാണ്. ഈ ഹൈവേ വേണ്ടെന്ന് പറഞ്ഞാണ്. ഹൈവേക്കെതിരെ സമരം നടത്തിയതാണ്. വയൽക്കിളി കേട്ടില്ലേ? ഹൈവേക്കെതിരായിട്ട് സമരം. വയൽക്കിളി കോൺഗ്രസ് നേതാക്കന്മാരിൽ ഓടിയെത്തി. അതെന്റെ മണ്ഡലത്തിലാണ്, തളിപ്പുറം മണ്ഡലത്തിലാണ് ഈ വയൽക്കിളി വന്നത്. അവസാനം വയൽക്കിളിയായി നടന്ന ചങ്ങാതികൾക്ക് 2 കോടിയാണ് കിട്ടിയ പണം. സാധാരണ 10 ലക്ഷം കിട്ടുമെന്ന് വിചാരിച്ചവർ നഷ്ടപരിഹാരമായിട്ട് 2 കോടിയും 3 കോടിയും കിട്ടി. അവർ പറഞ്ഞു ഈ ബാക്കിയുള്ളത് കൊടുത്തോ എന്ന് പറഞ്ഞാൽ സ്ഥലം എടുക്കേണ്ട കാര്യം. അപ്പോൾ ബാക്കിയും കൂടി എടുത്തോന്ന്. അവർക്ക് ആവശ്യമുള്ളതല്ലേ അവരെടുക്കുള്ളൂ. 2 കോടി 3 കോടിയാ ഓരോരുത്തർക്കും കിട്ടിയേ. അതുകൊണ്ട് കിളിയുമില്ല വയലുമില്ല. വയൽക്കിളി പോയി. കോൺഗ്രസ്സുകാർ അതിന്റെ പിന്നിൽ കുറെ നടന്നു. ജമാഅത്തെ ഇസ്ലാമുകാരി അതിന്റെ വഴി നടന്നു. എവിടെ പുരോഗമനപരമായ നിലപാടുണ്ടോ അവിടെ നശീകരണം പോലും ഇതെല്ലാം ഉണ്ട്. എങ്ങനെ ഇതെല്ലാം മുടക്കാം എന്ന കാര്യം. ഇതാണ് കേരളത്തിന്റെ ഒരു ചിത്രം. ഏതായാലും നാഷണൽ ഹൈവേ വന്നു. അതിന് വരാൻ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു നമുക്ക് പണം തരണം. ഒരു സംസ്ഥാനത്തോടും പറഞ്ഞില്ല കേട്ടോ. കേരളത്തോട് ആദ്യമായിട്ട് പറയാ നിങ്ങൾ പണം തരണം. വേറെ ഗത്യന്തരമില്ല, കൊടുത്തു. 5688 കോടി ഉറുപ്പ്യ കൊടുത്തു. എത്ര മറന്നുകൊണ്ട 5688 കോടി. ആരാ കൊടുത്തേ? നമുക്ക് കയ്യിൽ പൈസയുണ്ടോ? ഇല്ല. ആരാ കൊടുത്തത്? കിഫ്ബി. ഇവിടെ ഏറ്റവും അടുത്ത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുരങ്കപ്പാത. എവിടത്തേക്കാ തുരങ്കപ്പാത? വയനാട്ടിലേക്ക് അല്ലേ, കൽപ്പറ്റയിലേക്ക്. ആ തുരങ്കം ഒഴിവാക്കാം. 10 കിലോമീറ്റർ കൊണ്ട് അവിടെ എത്തും. അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം. വി ഡി സതീശൻ പറഞ്ഞു ഒരു തരത്തിലും അനുവദിക്കാൻ പറ്റില്ല. പാരിസ്ഥിതിക പ്രശ്നം. എന്റെ ശവത്തിൽ കയറിയിട്ട് മാത്രമേ തുരങ്കപ്പാത ഉണ്ടാക്കുള്ളൂ. എന്ത് കാര്യം? അവസാനം തുരങ്കപ്പാത തുടങ്ങി. ഇവന്റെ ശവമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിനാ? തുരങ്കപ്പാത തുടങ്ങി. 2143 കോടി ഉറുപ്പ്യ ആരാ കൊടുത്തേ? കിഫ്ബി. മലയോര മേഖലയിൽ മലയോര ഹൈവേ 10,000 കോടി. ആരാ? കിഫ്ബി. തീരദേശ ഹൈവേ 10,000-ലധികം കോടി. ആരാ കൊടുത്തത്? കിഫ്ബി. ഇപ്പോൾ ഇന്ന് പത്രം വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ശബരി പാതക്ക് 1900 കോടി. ആരാ കൊടുത്തത്? കിഫ്ബി. റോഡ് നവീകരണത്തിന് 600 കോടി. കിഫ്ബി. ഞങ്ങൾ ഈ പൊതുയോഗം തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ നേരത്തെ ഈ ജാഥ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം പ്രസംഗിച്ചത് 96,000 കോടിയാണ് കിഫ്ബി ചെലവാക്കിയത്. എത്ര? 96,000 കോടി. ഇന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ കിഫ്ബി മൂലധന നിക്ഷേപം നടത്താൻ തീരുമാനിച്ച സംഖ്യ എത്ര അറിയോ? എത്രയാ? ഇന്ന് രാവിലെ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയും. എത്രയാ? 1.10 1,10,000 കോടി.